സിഎഎക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നു. ദില്ലി യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം നടത്തിയ എസ്എഫ്ഐ പ്രവർത്തകരെ പോലീസും അർദ്ധസൈനികരും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. നാളെ ദില്ലിയിലെ അംബേദ്കർ കോളേജിലും പ്രതിഷേധം നടത്തുമെന്ന് എസ്എഫ്ഐ അറിയിച്ചു. പൗരത്വ ഭേദഗതിക്കെതിരെ ദില്ലി, അസം, ബംഗാൾ, UP സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം തുടരുകയാണ്. വിജ്ഞാപനം നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനത്തോടെ ദില്ലിയിലെ സർവകലാശാലകളിൽ പ്രതിഷേധം വ്യാപകമായി. ദില്ലി യൂണിവേഴ്സിറ്റി കോളേജിൽ എസ്എഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളും ഉയർത്തി ക്യാമ്പസുകളിൽ നിന്നും ആർട്ട് ഫാക്കൽറ്റിയുടെ കവാടത്തിലേക്കായിരുന്നു എസ്എഫ്ഐയുടെ പ്രതിഷേധം. വിദ്യാർത്ഥികളെ പോലീസും അർദ്ധസൈനികരും ക്യാമ്പസിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. പെൺകുട്ടികളടക്കം വിദ്യാർത്ഥികളെ ക്യാമ്പസിന് വെളിയിലേക്ക് വലിച്ചിഴച്ചു. വിദ്യാർത്ഥികൾ പ്രതിരോധിച്ചതോടെ പോലീസ് എത്തി ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കഴിയില്ലെന്നും വരും ദിവസങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും വിദ്യാർത്ഥികൾ. മോദി സർക്കാരിനെതിരെ ജനങ്ങൾ റോഡിലിറങ്ങും. നാളെ മോദിയുടെ കോലം ഈ ഓരോ തെരുവുകളിലും കത്തിയേറിയും. ഇതിനുള്ള ഉത്തരം ലോക്സഭാ ഇലക്ഷനിൽ മോദി സർക്കാരിന് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ദില്ലിയിലെ ജാമിയ മിലിയ സർവകലാശാലയിലും വിദ്യാർത്ഥി പ്രതിഷേധം നടന്നിരുന്നു. ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ചായിരുന്നു പോലീസ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തത്. അസമിലും സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധമുണ്ടായി. നാളെ ദില്ലി അംബേദ്കർ കോളേജിലും എസ്എഫ്ഐ വിദ്യാർത്ഥികളെ അണിനിർത്തി പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.